എടാ നീ എന്താ പെട്ടെന്ന് വിളിച്ചിട്ട് ഇപ്പൊ തന്നെ സെറ്റ് ആക്കണമെന്ന് ആ പറയുന്നത്? വട്ടി പിടിച്ച അളിയനില്ലേ, ആ പുള്ളിക്ക് ഇപ്പൊ തന്നെ ശ്രീധരൻ വേണമെന്ന്. അവൻ വീണ്ടും ശ്രീധരൻ ചോദിച്ചാ നിന്റെ അല്ല നമസ്കാരം, നിങ്ങൾക്ക് ആ ശ്രീധരൻ കിട്ടിയ വണ്ടി എവിടെ? വർക്ക്ഷോപ്പിലാകട്ടെ. അതൊന്നും ഇപ്പൊ പറയണ്ട, ബാ നമുക്ക് പോയി കണ്ടിട്ട് വരാം. ആ മരവള്ളിക്ക് എന്താടാ ഇത്ര പെട്ടെന്ന് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരണമെന്ന്? ആ ചെങ്ങായിക്ക് അവിടുത്തെ കാലാവസ്ഥ പിടിക്കുന്നില്ല. കാലാവസ്ഥ പിടിക്കുന്നില്ല. അല്ല ഒരു മിനിറ്റ്, ഇതിപ്പോ ഇപ്പൊ കിട്ടുമോ? ഹാൻഡ് ഓവർ ആവോ? എടാ അയാള് ജൂലൈ ആഗസ്റ്റിലല്ലേ ഇങ്ങോട്ട് മൂവ് ആവത്തുള്ളൂ. ഇത് പണിക്ക് ആ സമയമാകുമ്പോ കംപ്ലീറ്റ് ഹാൻഡ് ഓവർ, ജൂലൈ ഹാൻഡ് ഓവർ എല്ലാവരും സെറ്റ് ആവും. ബാ എടാ നിന്റെ പെങ്ങക്ക് കളിയാനും ഒറ്റ മോനല്ലേ ആയിട്ടുള്ളൂ? അതെ. അയാളിപ്പോ 3 ബെഡ്റൂം ആണോ ചോദിച്ചാ? 3 ബെഡ്റൂം ആണ് നമസ്കാരം ചോദിക്കുന്നത്. അതൊന്നും കൊടുക്കണ്ട, നമുക്ക് അതിന്റെ പകുതി കൊടുത്താൽ മതി. 1.5 എടാ 1.5 എന്ന് പറഞ്ഞാൽ ഇത് കണ്ട ഇതേപോലെ ഒരു ചെറിയ ബെഡ്റൂം ഉണ്ടാവും. കൊച്ചിനിപ്പോ തൽക്കാലം അത് മാത്രം മതി. എന്നിട്ടൊരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ടാവും. നീ ഉപ്പച്ചീടുത്ത് പറ, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ വെറുതെ മൊത്തം കൂടെ അയാളെ വായി തള്ളി കൊടുക്കണ്ട. കുറച്ച് പൈസ കൊടുത്താൽ ഇത് വെറുതെ ശ്രീധരൻ കൊടുക്കല്ലേ? അത് തന്നെ എനിക്കറിയാം, കുറെ എണ്ണം ഉണ്ട് ഇങ്ങനെ. നീ ഇങ്ങോട്ടോ ഈ ലൊക്കേഷൻ കണ്ടില്ലേ? പ്രീമിയം വില്ലാസ് ആണ് ചുറ്റിനും. നല്ല അടിപൊളി ഫീൽ വരും. അയാളെടുത്ത് പറഞ്ഞാൽ ഇത് 10 കോടി 20 കോടിയൊക്കെ നീ അങ്ങ് അടിച്ചിരുന്നാൽ മതി. ഇത് സംഭവം എത്ര പ്രൈസിനാ കിട്ടുന്നത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ലേ? ആ പ്രൈസിനുള്ളത് കൊടുത്താൽ മതി. പോവാൻ പറ അവന്റെ അടുത്തല്ല. അതെ, ഈ സെറ്റപ്പിൽ നമുക്ക് ഇനി കിട്ടത്തില്ല. ഉപ്പച്ചി എടുത്ത് പറഞ്ഞ് നാളെ തന്നെ ബുക്ക് ആക്കാം. അപ്പൊ നീ പോയിട്ടോ. ശരിയെന്നാ, ഓക്കെ. നിങ്ങൾക്കും ഇതേപോലെ വള്ളി പിടിച്ച അളിയന്മാരുണ്ടെങ്കിൽ താഴെട്ടാക്കി നമ്മളെ പ്രതിഷേധം ഇങ്ങനെ അറിയിക്കാൻ പറ്റും. ഓക്കെ.